അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പാക്കേജുകളുണ്ട്. ഇത്ര വർഷം വരെ ഇത്ര വരെ സാമ്പത്തിക പാക്കേജ് വെപ്പൺസ് വാങ്ങാൻ. കാരണം അത് വലിയ വരുമാനമാണ് സംഭവം. ഇതേപോലുള്ള സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും അവർ ഇത്ര ശതമാനം വെച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവാക്കും. അതേപോലെ ഈ രാജ്യങ്ങളിലെ പട്ടാളത്തെ മറ്റുള്ളവരെയും ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇതൊക്കെ ഇവരുടെ കടമയിലോട്ടങ്ങ് പോവുകയാണ്. അതായത് ഹൈലി സെക്യൂർഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഇത് ഇസ്രായേലിനെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഓരോ വാറും കഴിയുമ്പം കൂടുക മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ആ രാജ്യത്തിൻ്റെ സ്റ്റെബിലിറ്റിയും ക്രെഡിബിലിറ്റിയും അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ സോവറിൻ രാജ്യമല്ലാതായി മാറുന്നു. അതാണ് ഈ മരമണ്ടന്മാർ കാണിച്ച് അനുഭവിക്കുന്നത്. ഇതാണ് ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഈ പറയുന്ന ഫ്യൂച്ചറിൽ സുഡാനിലുണ്ടോ എന്തുണ്ടാകും? ഈജിപ്തിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും. കാരണം സൂയസ് കനാലിൽ മെയിൻ സോഴ്സാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സംഭവമാണ്, അവിടെ ഇസ്രായേലി മിലിറ്ററി മാത്രമല്ല എക്കണോമി, അതായത് സുരക്ഷിതത്വം കൊടുക്കുക, എക്കോണമി അതിനെ കൊണ്ടുപോവുക. അതേപോലെ അറിയാൻ സാധിച്ചത് ഈ UAE-യുമായിട്ട് ഇസ്രായേലിന് നല്ല ടൈപ്പായി, വളരെ ബോൾഡായിട്ടുള്ള സംഭവങ്ങളായി. അതിൻ്റെ പേരിൽ തന്നെയാണ് UAE നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ബേസിക്കലി അവിടുന്ന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ തിരിച്ചു വരുന്നത് ആൻറ്റി ഇസ്രായേൽ, ആൻറ്റി ജൂയിഷ് എന്നും പറഞ്ഞാണ് വരുന്നത് അവിടുത്തെ ക്യാമ്പസുകളിൽ. അപ്പം അതിനെ മാറ്റിയെടുക്കാൻ ഈ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ നിർദ്ദേശമാണ് ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സബ്സിഡി നിർത്തുക. രണ്ടാമത്, അവിടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പ്രോപ്പറായിട്ട്, അതായത് ഗവൺമെന്റിന്റെ സ്വാധീനമില്ലാതെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവര് റാഡിക്കലൈസേഷൻ ആ കോഴ്സിന് വിധേയമാക്കുക. അതേപോലെ അവിടെ പല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തിരിച്ചു വരുമ്പോൾ ആ ഡിഗ്രികൾ ആ രാജ്യത്ത് അപ്രൂവ് അല്ലാതാക്കി മാറ്റുക. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഭവങ്ങളാണ്. അല്ലെങ്കിൽ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇപ്പം UAE അത് സ്റ്റാർട്ട് ചെയ്തു, അതായത് UK-യിലുള്ള ക്യാമ്പസിന്റെ സംഭവം. അതടുത്തത് സൗദി അറേബ്യ സ്റ്റാർട്ട് ചെയ്യും, മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം അമേരിക്കൻ പ്രഷർ അത്ര വലിയ രീതിയിലാണ് ഇസ്രായേൽ അമേരിക്കൻ പ്രഷർ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഉള്ള അജണ്ടകൾ നടപ്പിലാക്കുന്ന ക്യാമ്പസുകൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം.